പഞ്ചാഗ്നി നമ്മൾ ഉദ്ദേശിച്ച കഥയല്ല. പഞ്ചരത്നത്തിൻ്റെ പഞ്ചിൽ കലാവതിയും കൂട്ടരും തവിടുപൊടി. സഹോദരങ്ങൾ തമ്മിൽ ചെറിയ വിള്ളൽ വീഴ്ത്താൻ കലാവതിയുടെ ദുഷ്ടബുദ്ധിക്ക് സാധിച്ചിരുന്നു. പക്ഷേ കലാവതിയുടെ നല്ല കാലം ഉടൻ അവസാനിക്കുന്നു. അമൃതയും സഹോദരിമാരും തെറ്റിദ്ധാരണകൾ അവസാനിച്ച് ഉടൻ ഒന്നാകുന്നു. മനസ്സ് നോവുന്ന നിമിഷങ്ങളിലൂടെയാണ് പഞ്ചരത്നത്തിലെ സഹോദരിമാർ കടന്നു പോകുന്നത്. അമൃതയുടെ കല്യാണത്തിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് തെരുവിലോട്ടിറങ്ങാൻ നിൽക്കുകയാണ് അനഘയും സഹോദരിമാരും. അവിടെ അമൃത വിവാഹത്തിന് ശേഷവും അനിയത്തിമാരെ കൈയൊഴിയാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലും. പക്ഷേ പരസ്പരം അവർ പോലും അറിയാതെ വിള്ളൽ വീണിരിക്കുന്നു. ഈ വിള്ളലിന് അധിക ആയുസില്ല. അമൃതയുടെ വിവാഹദിനം തന്നെ സത്യാവസ്ഥകൾ ഐവർ സംഘത്തിന് മനസ്സിലാവുകയും തങ്ങളെ പിരിക്കാൻ വിഷം ചീറ്റിയ അമ്മായിക്കിട്ട് തന്നെയായിരിക്കും ആദ്യത്തെ ഡോസ് ഇവർ കൊടുക്കാൻ പോകുന്നതും. പിന്നാലെ എല്ലാത്തിനും പിന്നിലുണ്ടായിരുന്ന കലാവതിയെയും അവരുടെ അനിയനെയും പിന്നെ കലാവതിയുടെ ചന്ദ്രകുഞ്ഞിനെയും എല്ലാം ഓരോന്നായി തിരഞ്ഞു പിടിച്ച് പഞ്ചരത്നത്തിൽ നിന്നും അടിച്ചു പുറത്താക്കുന്ന ഒരു രംഗമുണ്ട്. ആഹാ, പൊളിയായിരിക്കും. അതെ, പഞ്ചാഗ്നി നമ്മൾ ഉദ്ദേശിച്ച കണ്ണീർ കഥയല്ല. കിട്ടുന്നതെന്തും അതേ സ്പോട്ടിൽ തിരിച്ചു കൊടുക്കുന്ന ഒരു യമണ്ടൻ കഥ തന്നെയാണ്. പഞ്ചരത്നത്തിന് കരുത്തു പകർന്ന് അമൃതയുടെ അഭിമന്യുവും ഉടൻ പഞ്ചരത്നത്തിൽ എത്തിച്ചേരും. അവിടെ ദിവ്യപ്രഭ അഭിമന്യുവും അമൃതയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ അമ്മയോട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മ പണ്ടേ എതിർപ്പ് പ്രകടിപ്പിച്ചതുകൊണ്ട് ഈ ബന്ധം അധികം താമസിയാതെ തകരാൻ എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്നോളൂ പഞ്ചാഗ്നിയുടെ മാസ് എപ്പിസോഡുകൾക്കായി. അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾക്കായി നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.